യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന പാഠമാണ്. ആദ്യമായി തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഇത് വളരെ പ്രയോജനമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അത് പ്രപ്പോസ് ചെയ്ത ആരാണെന്ന് എപ്പോഴും 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് പ്രപ്പോസ്ഡ് ബൈ ലവോസിയർ ആണ്. അപ്പോൾ എന്താണ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ മലയാളത്തിലായാലും പഠിച്ച് നമുക്ക് ജയിക്കണം. ഇംഗ്ലീഷ് പഠിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്താണ് മലയാളത്തിൽ മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നതാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ. സം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെന്റ്സ് ഇൻ ഫിക്സ്ഡ് റേഷ്യോ ഓഫ് മാസ്. ഇൻ വാട്ടർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ദ റേഷ്യോ 2:16. അപ്പോൾ അതിന്റെ മലയാളം എന്താണ്? ഒരു സംയുക്തത്തിലെ മൂലകങ്ങളുടെ ആറ്റോമിക ഭാരം എപ്പോഴും ഒരേ അനുപാതത്തിലായിരിക്കും. ഉദാഹരണം, ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:16 എന്നതാണ്. ഇതാണ് നമ്മളോട് ഇവിടെ ജോസഫ് പ്രൗസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. അപ്പോൾ അതെന്താണ് നമ്മളോട് പറയുന്നത്? when two elements combine to form more than one compound, if mass of one element is fixed, then mass of the other will be in a same simple ratio. Example, carbon monoxide and carbon dioxide. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, രണ്ട് മൂലകങ്ങൾ ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടാവുകയും അതിലെ ഒരു മൂലകത്തിന്റെ ഭാരം ഫിക്സ്ഡ് ആവുകയും ചെയ്താൽ മറ്റേ മൂലകങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലായി. ഈ 3 ലോകളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഈ 3 പഠിക്കാൻ നിങ്ങൾ പബ്ലിക് പരീക്ഷയും പോവുകയും ചെയ്യരുത്. ഇത് 1 മാർക്കിന് നമുക്ക് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. ആരാണിത് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് ഡിഫൈൻ AMU. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ AMU എന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ. An atomic mass unit is defined as 1/12 the mass of a carbon 12 atom. എന്താണ് അതിന്റെ മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇങ്ങനെയാണ് അതിന്റെ മലയാളം. കാർബൺ 12 ആറ്റത്തിന്റെ 12 ഭാഗത്തിന് ഡിഫൈൻ AMU എന്ന് വിളിക്കുന്നു. എന്താണ്? കാർബൺ 12 ആറ്റത്തിന്റെ 12 ഭാഗത്തിന് AMU എന്ന് വിളിക്കുന്നു. AMUയുടെ അർത്ഥം ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നതാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ്? അവഗാഡ്രോ എണ്ണം 6.022 × 10⁻23 കണികകൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവാണ് മോൾ. കണികളുടെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവാണ് മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അത് ഏറ്റവും വെരി സിമ്പിൾ ആണ്. അപ്പോൾ നമുക്കത് പഠിച്ചു വെച്ചില്ലെങ്കിൽ 1 മാർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നമ്പർ ഓഫ് അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് നേരിട്ട് തന്നെ ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. നമ്പർ ഓഫ് മോൾസ് N = ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലർ മാസ്. ഇനി എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ അവഗാഡ്രോ നമ്പർ എന്താണ്? നമുക്കിതേ കാണാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അവഗാഡ്രോ നമ്പർ. വാട്ട് ഈസ് അവഗാഡ്രോ നമ്പർ? അവഗാഡ്രോ നമ്പർ ഈസ് 6.022 × 10⁻23. അവിടെ ഒരു 2 കുറവുള്ളത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2ലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാരണമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല. വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല? നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. മോളിക്കുലർ ഫോർമുല എക്സാക്ട് റേഷ്യോ ഓഫ് എലമെന്റ് ഇൻ എ കോമ്പൗണ്ട്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട്. അതിന്റെ മലയാളം എന്താണ്? ആറ്റങ്ങളുടെ കൃത്യമായ അനുപാതം പറയുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. എന്താണ് എംപിരിക്കൽ ഫോർമുല? ആറ്റങ്ങളുടെ അനുപാതം ചുരുക്കി പറയുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിളോട് കൂടിയാണ് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ബെൻസീനാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. മോളിക്കുലർ ഫോർമുല C6H6. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ CH. ഇതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുലയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഇനി മോളിക്കുലർ ഫോർമുലയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത്. മോളിക്കുലർ ഫോർമുല N × എംപിരിക്കൽ ഫോർമുല. അത് നമുക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചേക്കാം. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഒരു പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുമ്പോൾ അടുത്ത പാഠത്തിലേക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ ലിമിറ്റിംഗ് റിയേജന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് ആണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ 1ാം പാഠത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം, ചുമ്മാ കാണാതിരിക്കരുത്.
നിങ്ങളുടെ മുമ്പിൽ ഒരു ബുക്കൊക്കെ ഉണ്ടാവണം. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയാജന്റ്? ദ റിയാക്ടന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയാജന്റ്. ഒരു രാസപ്രവർത്തനത്തിൽ പൂർണ്ണമായും തീർന്നു പോകുന്ന അഭികാരങ്ങളെ ലിമിറ്റിംഗ് റിയാജന്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റിയും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. മൊളാലിറ്റിയുമാണ്, ആറും എല്ലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് മൊളാലിറ്റി? എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാലിറ്റി. എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് മൊളാലിറ്റി. ഇനി അടുത്താണ് മോൾ ഫ്രാക്ഷൻ. അത് നമുക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ജോസഫ് ഹൗസ്. അത് ആരെ എഴുതിയതും കൂടെ നിങ്ങൾ ഇത് പഠിക്കുന്ന കൂടത്തിൽ പഠിക്കണം. സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അതൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് നമുക്ക് ഈ പഠനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല, അത് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല, അത് നമ്മൾ കാണാൻ പഠിച്ചു വെക്കണം. പിന്നെ എന്താണ് മൊളാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, അത് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയത്തിൽ അടുത്ത ചാപ്റ്ററുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ.